നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. പി.വി. അൻവർ എം.എൽ.എ. സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിലമ്പൂരിൽ. പി.വി. അൻവർ ഇടതുപക്ഷത്തിനു വേണ്ടി പിടിച്ചെടുത്ത മണ്ഡലമാണ് നിലമ്പൂർ. അദ്ദേഹം നിലമ്പൂരിൽ അജയനായി തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. പിന്നീട് പി.വി. അൻവർ ഇടത് ബാന്ധവം ഉപേക്ഷിച്ച് UDF പാളയത്തിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതൊരു ട്രയൽ റൺ കൂടിയാണ് എന്നത് ശ്രദ്ധേയം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റൺ അതാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. നിലമ്പൂരിൽ DCC അധ്യക്ഷൻ BS ജോയിയാണ്. അതെ, BS ജോയിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. BS ജോയി വിദ്യാർത്ഥി KSUവിന്റെ തലതൊട്ടപ്പനായിരുന്നു. KSUവിലൂടെ കടന്നുവന്ന BS ജോയി എനിക്ക് വ്യക്തിപരമായി ഒരുപാട് അടുപ്പമുള്ള നേതാവാണ്. അദ്ദേഹം KSU നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം എടുക്കാനുള്ള ഒരു ഭാഗ്യവും കൂടി എനിക്ക് കിട്ടി. BS ജോയി നല്ല സംഘാടകനാണ്. എനിക്ക് വ്യക്തിപരമായി BS ജോയിയുടെ സംഘാടക മികവിനോട് വലിയ മമതയുണ്ട്. കാരണം അത്യാവശ്യത്തിന് ഞാൻ കലാമതിയിൽ വർക്ക് ചെയ്യുമ്പോൾ കലാമതി ജീവനക്കാരന് ബ്ലഡ് ആവശ്യമായി വന്നപ്പോൾ ഞാൻ ആദ്യം ബന്ധപ്പെട്ടത് BS ജോയിയാണ്. ജോയി അപ്പോൾ തന്നെ KSU പ്രവർത്തകരെ അയക്കുകയും രക്തം തരികയും ഒക്കെ ചെയ്തു. വളരെ സിൻസിയറായ ഒരു നേതാവാണ് BS ജോയി. BS ജോയിക്ക് മലപ്പുറത്ത് നല്ല സ്വാധീനമുണ്ട്. CPMലും BJPയിലുമുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ BS ജോയിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. ഒരു കാലത്ത് നിലമ്പൂർ ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്നു. ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലമായിരുന്നു നിലമ്പൂർ. പിന്നീട് പി.വി. അൻവറിലൂടെ നിലമ്പൂർ CPM പിടിച്ചെടുത്തു. ഇപ്പോ പി.വി. അൻവർ CPMന് പുറത്താണ്. LDFൽ നിന്ന് അദ്ദേഹം പുറത്തുപോയി MLA സ്ഥാനവും രാജിവെച്ചു. പി.വി. അൻവർ ഒരുപാട് ആഗ്രഹിക്കുന്നത് BS ജോയി തന്നെ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ളതാണ്. അത് പി.വി. അൻവർ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. BS ജോയി വന്നു കഴിഞ്ഞാൽ നിലമ്പൂർ LDFന് കിട്ടാക്കനിയായി മാറും എന്നുള്ളത് പി.വി. അൻവറിന് അറിയാം. അല്ലെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ജോയിക്ക് സാധിക്കും എന്നുള്ളത് പി.വി. അൻവറിന് അറിയാം. ഈ സാഹചര്യത്തിൽ BS ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ഒറ്റക്കെട്ടായി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പല പേരുകളും നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നു. പല പേരുകളും ചർച്ചയായി. പക്ഷേ നറുക്ക് വീണിരിക്കുന്നത് മലപ്പുറത്തെ DCC അധ്യക്ഷൻ BS ജോയിക്കാണ്. നിലമ്പൂർ പിടിച്ചെടുക്കാൻ BS ജോയിയെ കോൺഗ്രസ് നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് തുണയുമായി നമ്മുടെ പി.വി. അൻവർക്കയുണ്ട്. ഞങ്ങൾ നിലമ്പൂരിൽ പോയിരുന്നു. നിലമ്പൂരിൽ പോയപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ പൾസ് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അവിടുത്തെ CPMകാർ വലിയൊരു ആവേശത്തിലാണ്. ആ ആവേശത്തിന് കാരണം പി.വി. അൻവറിനെ തകർക്കുക എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ UDFന് നിലമ്പൂർ സീറ്റ് കൊടുക്കുക എന്നുള്ളത് പി.വി. അൻവറിന്റെ ഉത്തരവാദിത്വമാണ്. പി.വി. അൻവറിന്റെ വിജയത്തിന് അതൊരു ഘടകമായി മാറുകയും ചെയ്യും. ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ളവർ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും കോൺഗ്രസ് ചെവി കൊടുക്കുന്നില്ല. അവർ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നു BS ജോയിയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെന്ന്. ഇത് ബ്രേക്കിംഗ് ന്യൂസാണ്. ആ ബ്രേക്കിംഗ് ന്യൂസ് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞാൻ എന്റെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വിടുന്നു.